നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെയും മുന്നണികളെയും സംബന്ധിച്ച് അതീവ നിർണായകമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്കുള്ള ദൂരം കേവലം മാസങ്ങളുടേത് മാത്രമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൃത്യം 1 വർഷം ദൂരം മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പുകളുടെ എല്ലാം കർട്ടൻ റൈസർ തന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. തുടർച്ചയായി പ്രതിപക്ഷത്ത് തുടരുന്ന കോൺഗ്രസിനും UDF-നും നിലമ്പൂരിലെ വിജയം അത്രമേൽ അനിവാര്യമാണ്. തുടർഭരണത്തിന്റെ സാധ്യതകൾ തേടുന്ന CPM-നും ഇടതുമുന്നണിക്കും നിലമ്പൂരിലെ വിജയം നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമായിരിക്കുകയുമില്ല. പരമ്പരാഗതമായി കോൺഗ്രസിനും UDF-നും അനുകൂലമായി നിലമ്പൂർ മണ്ഡലം അട്ടിമറി വിജയത്തിലൂടെയായിരുന്നു PV അൻവർ ഇടതുപക്ഷത്തേക്ക് എത്തിച്ചിരുന്നത്. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് MLA ആയിരുന്ന അൻവർ ഇടതുബന്ധം ഉപേക്ഷിച്ചതോടെയാണ് നിലമ്പൂരിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അൻവറിനും ഇതൊരു അഭിമാന പോരാട്ടമാണ്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിലെ നിലമ്പൂർ നഗരസഭയും അമരമംഗലം, ചുങ്കത്തറ, എടക്കര, കരുളായി, മൂത്തേടം, പോത്തുങ്കൽ, വഴിക്കടവ് എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾക്കൊള്ളുന്നതാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ 2,32,384 വോട്ടർമാരാണ് ഉള്ളത്. മണ്ഡലത്തിലാകെ 1,13,486 പുരുഷ വോട്ടർമാരും 1,18,889 സ്ത്രീ വോട്ടർമാരുമുണ്ട്. 2011 സെൻസസ് പ്രകാരം നിലമ്പൂർ നിയമസഭയിൽ ഏകദേശം 15,986 പട്ടികജാതി വോട്ടർമാരുണ്ട്. ഇത് ഏകദേശം 7.72%. നിലമ്പൂരിൽ 90,097 മുസ്ലിം വോട്ടർമാരുണ്ട്. ഇത് വോട്ടർ പട്ടിക വിശകലനം അനുസരിച്ച് ഏകദേശം 43.9%. മണ്ഡലത്തിൽ 93,806 ഹിന്ദു വോട്ടർമാരാണുള്ളത്. ഇത് വോട്ടർ പട്ടിക വിശകലനം അനുസരിച്ച് ഏകദേശം 45.3%. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2,700 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി VV പ്രകാശിനെയായിരുന്നു അൻവർ പരാജയപ്പെടുത്തിയത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ് പതിറ്റാണ്ടുകളോളം കുത്തകയാക്കി വെച്ചിരുന്ന നിലമ്പൂരിൽ നിന്ന് 2016-ലാണ് CPM പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി PV അൻവർ ആദ്യമായി വിജയിക്കുന്നത്. 11,504 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് അൻവർ ആര്യാടൻ ഷൗക്കത്തിനെ മുട്ടുകുത്തിച്ചത്. 1987 മുതൽ നിലമ്പൂർ കോൺഗ്രസിന്റെ കോട്ടയായിരുന്നു. 1987 മുതൽ 2011 വരെ ഏകദേശം 30 വർഷത്തിലധികം ആര്യാടനായിരുന്നു മണ്ഡലം ഭരിച്ചിരുന്നത്. കോൺഗ്രസിന്റെ കുത്തകയായി മണ്ഡലം മാറി. ഇതിനിടെയാണ് അൻവറിന്റെ കടന്നുവരവ്. 2016-ൽ PV അൻവറിലൂടെ ഇടതുപക്ഷം സീറ്റ് തിരിച്ചുപിടിച്ചു. UDF പാളയത്തെ ഒന്നാകെ ഞെട്ടിച്ചായിരുന്നു അൻവറിലൂടെ ഇടതുപക്ഷത്തിന്റെ കടന്നുവരവ്. 2016 മുതൽ 2025 ജനുവരി വരെ അൻവറായിരുന്നു മണ്ഡലം ഭരിച്ചിരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനായി അറിയപ്പെട്ടിരുന്ന അൻവർ CPM-നും മുഖ്യമന്ത്രിക്കുമെതിരെ സൈബർ ആക്രമണങ്ങളെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ മുൻപന്തിയിൽ നിൽക്കവെയാണ് കരിപ്പൂർ കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്തിന്റെയും മലപ്പുറം SP സുജിത് ദാസിന്റെയും ADGP MR അജിത് കുമാറിന്റെയും വിവാദങ്ങൾ ഉയർത്തി ഇടതുപക്ഷത്തു നിന്നും പിണറായി വിജയന്റെ ഗുഡ് ബുക്കിൽ നിന്നും പടിയിറങ്ങി മണ്ഡലത്തെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് നയിച്ചത്. അതേസമയം മണ്ഡലത്തിൽ സ്വാധീനമില്ലാത്ത NDAക്ക് 4%-ഓളമാണ് ആകെയുള്ള വോട്ട് വിഹിതം. അതുകൊണ്ട് തന്നെ UDF-ഉം LDF-ഉം തമ്മിലുള്ള നേരിട്ടുള്ള ഒരു അംഗമായിരിക്കും ഇത്തവണ. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും BJP കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മത്സരത്തിനില്ലെന്ന പ്രതികരണം വലിയ സംശയങ്ങൾക്ക് വഴിവെക്കുന്നതാണ്. ആകപ്പാട് 4% വോട്ട് മാത്രമേ ഉള്ളെങ്കിലും BJP മത്സരത്തിന് ഇറങ്ങിയില്ലെങ്കിൽ ആ 4% വോട്ടുകൾ ആർക്ക് പോകുമെന്നത് ഏറെ നിർണായകമാണ്. പക്ഷെ ജയപരാജയങ്ങൾ നിർണയിക്കപ്പെടുന്നത് ആ 4% വോട്ടുകളിലായിരിക്കാം. നിലവിലത്തെ സാഹചര്യത്തിൽ BJP ഒരിക്കലും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുവാൻ ഒരു സാധ്യതയുമില്ല. അങ്ങനെ വരുമ്പോൾ BJP വോട്ടുകൾ വ്യാപകമായി കേന്ദ്രീകരിക്കപ്പെടുന്നത് CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടിയായിരിക്കും. അതുകൊണ്ട് തന്നെ BJP മത്സരത്തിന് ഇറങ്ങാതിരിക്കുമ്പോൾ അതിന്റെ ഗുണഭോക്താക്കളായി മാറുക CPM തന്നെയാകും. വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം പല മണ്ഡലങ്ങളിലും CPM സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി BJP പണിയെടുക്കുന്നു എന്ന ആരോപണം ശക്തമാകുന്നതിനിടയിലാണ് നിലമ്പൂരിലെ BJPയുടെ അസാധാരണ നീക്കം.